അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ബയോ കമ്പോസ്റ്റർ ബിന്ന് കിട്ടിയപ്പെടുത്ത വീഡിയോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിലൊരു 260 രൂപ അടച്ച് എഴുതി കൊടുത്തതായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടും, അതുപോലെ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടും എന്നൊക്കെയുള്ള അറിയാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് എടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചാക്ക് ചകിരിച്ചോറും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബിന്നിൻ്റെ കടിയിൽ 2 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കാനും, അതുപോലെ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അധികം നിൽക്കണ വെള്ളമൊക്കെ ആ ചകിരിച്ചോറ് വലിച്ചെടുക്കാൻ, അപ്പോൾ നന്നായിട്ട് കമ്പോസ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതുപോലെ അതിമൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇതുപോലെ ഒരു 3 ബിന്നായിട്ടാണ് വരുന്നത്. കുറേ കാലം ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പറ്റുന്ന നല്ല ഉറപ്പും വീടൊക്കെ നിൽക്കുന്ന സൈസുള്ള നല്ലൊരു ബിന്ന് തന്നെയാണ്. ആദ്യം നമുക്ക് ഇതിൽ നിറക്കാനുള്ള ചകിരിച്ചോറ് എടുക്കണം. ചകിരിച്ചോറ് ഇതുപോലെ ഒരു ചാക്കിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതുമ്പോൾ ഒരു 200 രൂപയ്ക്കാണ് ഇതുമ്പോൾ വിലയൊക്കെ കാണുന്നത്. അതുപോലെ ഒരു 32 ലിറ്ററൊക്കെയാണ് ഇതിൻ്റെ ഉള്ളതൊക്കെ. ചകിരിച്ചോറിൽ ഇനോക്കുലം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു നനവിലൊക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഞാൻ ബിന്നിൻ്റെ അടിയിലിടാനും, അതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെതറി കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇത് ഫിറ്റ് ചെയ്യുക. അടിയിൽ ഇതുപോലെ ഈ ട്രേ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബിന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു ബിന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ചകിരിച്ചോറ് 2 ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം അടുത്ത ട്രേ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് പിന്നീട് അടുത്ത ബിന്ന് വെക്കുക. ആ രീതിയിൽ നമ്മൾ എല്ലാതും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിയത്തെ ട്രേയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഉറുമ്പ് കയറിയും കൊണ്ടിരിക്കുമല്ലോ. ഇതിലിപ്പോൾ നമ്മൾ വെള്ള രൂപത്തിലുള്ളതൊന്നും ഒഴിക്കാതിരുന്നാൽ മതി. അല്ലാത്ത വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ചകിരിച്ചോറും ഇടയിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ വേസ്റ്റൊക്കെ കമ്പോസ്റ്റായിട്ട് തന്നെ വരും. പിന്നെ ഇപ്പോൾ പുഴുവൊക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ ഇടുമ്പോഴൊക്കെ പുഴുവൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. പിന്നെ അതൊന്നും ഇടാതിരിക്കുകയാണെങ്കിൽ അത്ര പുഴുവൊന്നും വരുന്നുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും പുഴു ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് കോഴികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വേസ്റ്റിൽ കുറച്ച് പുഴുവൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ വേഗം കമ്പോസ്റ്റായി വരും. പിന്നെ ആദ്യം പുഴുവിനൊക്കെ കണ്ടാലും പിന്നീട് കമ്പോസ്റ്റ് ആകുമ്പോൾ അതൊന്നും കാണില്ല. പിന്നെ നല്ല പൊടിയായിട്ടുള്ള നല്ല കമ്പോസ്റ്റായിട്ട് തന്നെ മാറും. പിന്നെ ആദ്യത്തെ ബിന്ന് നിറയുമ്പോൾ അതിൻ്റെ മുകളിൽ ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് താഴോട്ട് വെക്കുക. എന്നിട്ട് അടുത്ത ഒഴിഞ്ഞ ബിന്ന് മേലോട്ട് വെക്കുക. അങ്ങനെ മേലത്ത് മൂന്നാമത്തെ നിറയാനാകുമ്പോൾ അടിയത്തെ ബിന്ന് നന്നായിട്ട് കമ്പോസ്റ്റായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെക്കുന്ന അടപ്പിന് ഇതുപോലെ നല്ല എയറൊക്കെ കിട്ടുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കൊള്ളുന്ന ഭാഗത്തൊന്നും വെക്കാൻ പറ്റില്ല. മഴ കൊള്ളാത്തോട്ട് വേണം ഇതുപോലെ വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വീണ് വേസ്റ്റിലൊക്കെ വെള്ളമായി മാറും ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പഞ്ചായത്തിലത്തെ ആണെങ്കിലും അതുപോലെ കൃഷിഭവനിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ വരുന്നതൊക്കെ നമുക്ക് അറിയണമെങ്കിലൊക്കെ പഞ്ചായത്തിലാണെങ്കിൽ ഓരോ വാർഡിലുള്ള ഗ്രൂപ്പുകളുണ്ട്. അത് ആശാ വർക്കറൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ കയറിയാൽ മതി. അതുപോലെ കൃഷിഭവനിലാണെങ്കിലും നമുക്ക് കൃഷിഭവനിലൊക്കെ പോയിട്ട് അവിടെ നമ്മളെ നമ്പർ കൊടുത്ത് നമ്മളെയും കൂടി അവരെ ഗ്രൂപ്പിലൊക്കെ ചേർത്താൽ മതി. നമുക്ക് കിട്ടാവുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ കുറിച്ച് അറിയുന്നവരും ഒരുപാട് പേരുണ്ടാവും. ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അറിയട്ടെ എന്ന് എഴുതിയിട്ടൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.